കൃഷ്ണകുമാർ, പത്മകുമാർ ഇവരൊക്കെ IAS-കാരായിരുന്നു. അങ്ങനെ കുറേ IAS-കാർക്ക് ജന്മം കൊടുത്തിട്ടുള്ള ഒരു തറവാടായത്. തിരുവനന്തപുരം നഗരത്തിൻ്റെ കണ്ണായ ഭാഗത്ത് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഒരു അടിത്തറ, അതിൻ്റെ ഭൂമി വാങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വലിയ 55 സെൻറ്റ് സ്ഥലം 1,67,00,000 രൂപ അന്ന് ചിലവായിരിക്കുന്നു. പിന്നെ അന്ന് അതൊരു 4 കെട്ട് തറവാടാണ്. നമസ്കാരം. BJP പ്രവർത്തകരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം BJP സംസ്ഥാന കാര്യാലയം ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഈ മാരാർജി ഭവന് വലിയൊരു ചരിത്രമുണ്ട്. ഇവിടെ ഇത്തരത്തിലൊരു കാര്യാലയം പണിയുവാൻ, ഇന്ന് ഈ സ്ഥിതിയിൽ ആകുവാൻ വലിയൊരു കഥയുണ്ട്, ചരിത്രമുണ്ട്. ആ ഒരു സംഭവത്തെക്കുറിച്ച് ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് BJP നേതാവായ ശ്രീ CK പത്മനാഭൻ. സാർ അധ്യക്ഷസ്ഥാനത്തുള്ള കാലത്താണ് ഈ ഒരു സ്ഥലം ഏറ്റെടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെ ഓർത്തെടുക്കുന്ന ആ ഒരു സംഭവത്തെയും നിലവിലിപ്പോൾ കാര്യാലയം യാഥാർത്ഥ്യമായിരിക്കുകയാണ്? അതെ, അതായത് ഇത് 999 ഇത് ആദ്യത്തെ രജിസ്ട്രേഷൻ നടക്കുന്നത്. ആദ്യത്തെ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ 11 അവകാശികളുണ്ട്, 11 ആധാരം ചെയ്തിരിക്കുന്നത്. അപ്പോൾ 999 തുടങ്ങിയത്. അപ്പോൾ അന്ന് ഞാൻ സ്റ്റേറ്റ് പ്രസിഡന്റ്, നമ്മുടെ സംഘടനാ സെക്രട്ടറി PP മുകുന്ദൻ കേട്ടിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ സ്റ്റേറ്റ് ട്രഷറർ പ്രൊഫസർ നാരായണ നായർ നെയ്യാറ്റിൻകര. അപ്പം ഞങ്ങൾ ആണതിൻ്റെ മുൻകൈയെടുത്ത് കുറച്ച് പൈസ സെൻട്രലിൽ നിന്ന് കുശാബാബു ഠാക്കറെ അന്ന് ഓൾ ഇന്ത്യ പ്രസിഡന്റ്, ബാക്കിയൊക്കെ ഞങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തിട്ടാണ് ഈ സ്ഥലം വാങ്ങിച്ചത്. 55 സെൻറ്റ് സ്ഥലം 1,67,00,000 രൂപ അന്ന് ചിലവായിരിക്കുന്നു. പിന്നെ അന്ന് അതൊരു 4 കെട്ട് തറവാടാണ്. കൃഷ്ണകുമാർ IAS ഇല്ലേ, പഴയ കൃഷ്ണകുമാർ, പിന്നെ കോൺഗ്രസിൻ്റെ മന്ത്രിയൊക്കെ ആയിരുന്ന കൃഷ്ണകുമാർ, പത്മകുമാർ ഇവരൊക്കെ IAS-കാരായിരുന്നു. അങ്ങനെ കുറേ IAS-കാർക്ക് ജന്മം കൊടുത്തിട്ടുള്ള ഒരു തറവാടായത് കൃഷ്ണവിലാസം. അത് ഞങ്ങളന്ന് വിലക്ക് വാങ്ങി പാർട്ടായിട്ട് നന്നായിട്ടന്ന്. ഇന്നത്തെ പോലെ വലിയ സൗകര്യമില്ല. പൊതുജനങ്ങളിൽ നിന്ന് നല്ലവണ്ണം കഷ്ടപ്പെട്ട് പിരിച്ചെടുത്ത് അന്ന് അതിൽ ഞങ്ങൾ പ്രവേശിച്ചു. പിന്നെ ഇതിൻ്റെ തറക്കല്ലിടൽ അമിത്ഷാജി തന്നെയാണ് ചെയ്തത്. ഇപ്പം നമ്മുടെ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ, ഡിജിറ്റൽ യുഗത്തിൽ എല്ലാ രംഗത്തും ഡിജിറ്റൽ പ്രഭാവം ഉണ്ടല്ലോ, സ്വാധീനം. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിനും അത് വളരെ അനിവാര്യമാണെന്ന് മനസ്സിലാക്കി ആധുനിക സൗകര്യത്തോടുകൂടി എല്ലാ സംവിധാനത്തോടു കൂടിയിട്ടുള്ള ഒരു വലിയ സൗധം തിരുവനന്തപുരം നഗരത്തിൻ്റെ കണ്ണായ ഭാഗത്ത് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഒരു അടിത്തറ, അതിൻ്റെ ഭൂമി വാങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വലിയ. അന്ന് വിചാരിച്ചിരുന്നോ ഇത്രമാത്രം വലിയൊരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ നമ്മുടെ തലസ്ഥാനത്ത്? അല്ല, അന്നത് വാങ്ങുമ്പോഴേ ഈ രീതിയിൽ വരുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ല. അന്ന് പക്ഷേ വാജ്പേയി ഗവൺമെൻറ് ഉണ്ടായിരുന്നു. അന്ന് വാജ്പേയി ഗവൺമെൻറ് ആയിരുന്നു ആ സമയത്ത് അവിടെ. പക്ഷേ ഇന്നത്തെ രീതിയിൽ അവിടുന്ന് ഞങ്ങളുടെ സ്റ്റേറ്റ് ഘടകത്തിന് വലിയ തരത്തിലുള്ള സാമ്പത്തിക സഹായം ഒന്നും കിട്ടിയിരുന്നില്ല. ചെറിയൊരു സഹായം തന്നിരുന്നു. ബാക്കിയൊക്കെ നമ്മൾ തന്നെ കഠിനാധ്വാനം ചെയ്ത് പൊതുസമൂഹത്തിൽ നിന്ന്, പബ്ലിക്കിൽ നിന്ന് പിരിച്ചെടുത്തിട്ടാണ് ഇത് യാഥാർത്ഥ്യമാക്കിയത്. ഇന്നിപ്പം നല്ല സംവിധാനമായി, സന്തോഷമുണ്ട്. എന്തായാലും 55 സെൻറ്റിൽ സ്ഥിതി ചെയ്യുന്ന 4 നില കെട്ടിടമാണ്, ഒരു ഹൈടെക് കാര്യാലയമാണ് ഇപ്പോൾ പണി പൂർത്തിയാക്കി ആഭ്യന്തരമന്ത്രി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. നിരവധി സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.